അങ്ങനെ നൂദില ചെരുപ്പ് ഫാക്ടറിൻ്റെ രണ്ടാമത്തെ റൗണ്ട് ആരംഭിച്ചിരിക്കുകയാണ്. ഈ റൗണ്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഹൗസിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ഭയങ്കര സമരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ജോലി ചെയ്യില്ല, ഭൂഷ സ്വഭാവം അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചമ്പകളൊക്കെ ആയിരുന്നു. അങ്ങനെ അലാം അടിക്കുന്നു, എല്ലാവരും ആക്ടിവിറ്റി ഏരിയയിൽ വരുന്നു. അവിടെ വന്നിട്ട് പിന്നെ വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടി മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വലിച്ചെറിയാം. കാരണം ഫാക്ടറി ആയതുകൊണ്ട് ഈ ചുറ്റിക, കത്രിക അതുപോലെയുള്ള മൂർച്ചയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുക. അതിൽ നൂറേൻ്റെ കൈ മുറിയുന്നു, അക്ബറിൻ്റെ കൈ മുറിയുന്നു. ആകെപ്പാടെ കയ്യാങ്കളി, ഒച്ചയും ബഹളവും, ടാസ്ക് എല്ലാവരും കൂടെ അലമ്പാക്കി. ഈ സീസണിലുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഒരു പ്രത്യേകത, ഏത് ടാസ്ക് കൊടുത്താലും ബുദ്ധിപൂർവ്വം ആലോചിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാന്നുള്ളത് ഇവർക്ക് പറഞ്ഞിട്ടേ ഇല്ല. ഏത് ടാസ്ക് ആയാലും അത് കയ്യാങ്കളിയിൽ തീർക്കുക, അവസാനം ടാസ്ക് റദ്ദാക്കിക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ. അക്ബർ ഒരു കാരണവശാലും അവിടെ ഒരു പണിയും ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രോപ്പർട്ടിയൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചെറിയാണ്. ഈ വലിച്ചെറിയുന്ന സമയത്ത് ഷാനവാസിൻ്റെ മേത്ത് പോയിട്ട് വീഴുന്നുണ്ട്. പക്ഷേ ഷാനവാസിന് ഒരു പരാതിയില്ല, ഒരു പരിഭവവും ഇല്ല. ആ ഏറ് നിന്ന് കൊണ്ടിട്ട് മിണ്ടാതെ ഒരു മൂലയ്ക്ക് അവിടെ ഇരിപ്പുണ്ട്. അക്ബറിനെ സപ്പോർട്ട് ചെയ്തിട്ട് അഭിലാഷ്, ഒണീൽ, ഷാനവാസ്, മസ്താനി. നൂറേനെ സപ്പോർട്ട് ചെയ്തിട്ട് ജിഷിൻ, അതേപോലെ ബിന്നി, ആദില, ലക്ഷ്മി അവിടെ നിൽക്കും, ഇവിടെ നിൽക്കും. ഇപ്പം നൂറ, ആദില, ബിന്നി അതുപോലെ ജിഷിനൊക്കെയാണ് ഈ ചെരുപ്പ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അക്ബർ എന്ത് ചെയ്താൽ അവരെ പണിയെടുക്കാനായിട്ട് സമ്മതിക്കത്തില്ല. മാക്സിമം അലമ്പാക്കാനും പ്രോപ്പർട്ടീസ് എടുത്ത് ഒളിപ്പിച്ച് വയ്ക്കാനും മാറ്റി വയ്ക്കാനും ഒക്കെയാണ് ശ്രമിക്കുന്നത്. ഇത് അക്ബറിന് ഇത്രയും അഗ്രഷൻ കാണിക്കാതെ, ഇത് ഓവറാക്കി ചളവാക്കി നശിപ്പിക്കാതെ തന്നെ അക്ബറിന് അത് ഈസി ആയിട്ട് ചെയ്യായിരുന്നു. കാരണം അക്ബർ യൂണിയൻ ലീഡറാണ്. ബുദ്ധിപരമായിട്ട് തന്നെ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത്, അതായത് ഈ ഓർഡർ കംപ്ലീറ്റ് ചെയ്യാതെ നൂറക്കിട്ട് പണി കൊടുക്കായിരുന്നു. അല്ലാതെ അക്ബർ ഇപ്പം ഈ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളി ആയ സമയത്ത് ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഈ ടാസ്ക് റദ്ദാക്കുമെന്ന്. അപ്പോൾ അക്ബർ പറയാം, അതാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന്. കാരണം എന്താ വെച്ചാൽ ഈ ടാസ്കിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മര്യാദയ്ക്ക് ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് ജോലി ചെയ്താൽ ഗോൾഡ് കോയിൻ കിട്ടും. ആ ഗോൾഡ് കോയിൻ സർക്കസിൽ വന്ന് നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർക്ക് കൊടുക്കണം. പിന്നെ അത് പണിപ്പുരയിലേക്ക് പോകും. ഈ പണിപ്പുരയിലേക്ക് പോയിട്ടുള്ള എന്തെങ്കിലും ലക്ഷറി ബഡ്ജറ്റൊന്നും എടുക്കണമെന്നുള്ളത് ഇവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇപ്പം ഈ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് നെവിൻ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, നമുക്ക് ലക്ഷറി ഫുഡൊന്നും വേണ്ട, ഇവിടെ നിന്ന് കിട്ടുന്ന റേഷൻ തന്നെ മതി എന്നുള്ളത്. കാരണം ഈ പണിപ്പുര എന്നുള്ള സംഭവം അവർക്ക് മടുത്തു. അതില്ലെങ്കിൽ ഇവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ടാസ്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ അവരത് ആത്മാർത്ഥമായിട്ട് ചെയ്യാനൊന്നും ശ്രമിക്കത്തില്ല. ഇതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാക്കുകയാണ്. എല്ലാ ടാസ്കിലും ഇത് തന്നെയാണ് പതിവ്. ഈ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് ഇവരുടെ പ്ലാനിങ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇവർക്ക് ഇന്ന് ടാസ്ക് എന്താണെന്നുള്ളത് മനസ്സിലായി. ഈ ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക നൂറയ്ക്കാണ്. ഇത് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നൂറയ്ക്കിട്ടാണ് പണി കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇവർക്ക് ടാസ്ക് എന്താണെന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് ഇവർ കറക്റ്റായിട്ട് ജോലി ചെയ്യാതിരുന്ന് നല്ല രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ ആക്ടിവിറ്റി ഏരിയയിലേക്ക് കയറി കഴിഞ്ഞതിന് ശേഷം പിന്നെ മൊത്തം അടി, പിടി, അക്രമം. ഇവർ ബുദ്ധി ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമെന്നുള്ളതിൽ ഈ സീസണിലെ മത്സരാർത്ഥികളിൽ നിന്നിട്ട് ഒരു പ്രതീക്ഷയില്ല.